ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചന്ദ്രശേഖരന്റെ ആസൂത്രണം കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കുന്ന അതേ പ്രിയങ്കയെ ഈ കോടതിയിൽ ഹാജരാക്കാൻ എനിക്ക് സാധിക്കും. യുവർ ഓണർ, അങ്ങയുടെ സമക്ഷത്തിലേക്ക് ഞാൻ പ്രിയങ്കയെ പ്രസന്റ് ചെയ്യാം. കണിമംഗലത്ത് അധികം വൈകാതെ ആരും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നടക്കും. എല്ലാവരും ഒന്ന് കാലുറപ്പിച്ച് നിന്നോണം. വരാൻ പോകുന്നതേ സുനാമിയാ, സുനാമി. എല്ലാം കൂടി ഒഴുക്കിക്കൊണ്ടങ്ങ് പോവും. എന്താ പറഞ്ഞത്? ഓ, അത് നീ ഇപ്പൊ കാര്യാക്കണ്ടടാ മോനെ. കണ്ടറിയേണ്ടത് കണ്ടറിയുമ്പോഴല്ലേ അതിന്റെ ഒരു സുഖം. ഈ വലിയ വലിയ പ്രതീക്ഷകളോട് ജീവിക്കുന്നവര് അതെല്ലാം ഒറ്റയടിക്ക് നഷ്ടപ്പെടുമ്പോ ചിലപ്പോ തലയ്ക്ക് വെളിവില്ലാതാവാറുണ്ട്. നീ ചെറിയമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാണെന്നറിയില്ല. ഏയ്, ഭ്രാന്തൊന്നും വരില്ല. അതൊക്കെ മനസ്സിന് ബലമില്ലാത്തവർക്ക് പറഞ്ഞിട്ടുള്ളതാ. എന്നാലും എന്തോ ഒരു കുഴപ്പമുണ്ടോ? ആ, സാരമില്ല. ചെറിയമ്മയല്ലേ, രഹസ്യമൊന്നും മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റില്ല. അഹങ്കാരത്തിന്റെ രൂപത്തിൽ അതുകൂടി അങ്ങ് താനെ പുറത്തു വന്നോളൂ. അപ്പൊ നമുക്കത് കണ്ടുപിടിക്കാം. എന്താ? വരുന്നുണ്ട് അവര്. എന്താ വക്കീലെ, വീണ്ടും ഒരിക്കൽ കൂടി തോക്കേണ്ടി വരുമോ? കഴിഞ്ഞ തവണ ആരതി വർമ്മയുടെ കയ്യിൽ തെളിവുകൾ ഭദ്രമായിരുന്നു. പക്ഷെ ഇത്തവണ നിരായുധയായിട്ടാണ് ആരതി വർമ്മ കോടതിയിലെത്തുന്നത്. സത്യത്തിൽ ഈ കേസ് റീ ഓപ്പൺ ചെയ്യുന്നതിന്റെ കാരണം പോലും ആരതി വർമ്മയ്ക്ക് അറിയില്ല. പ്രിയങ്ക ജീവനോടെ ഇരിക്കുന്ന ഒറ്റ കാരണം മതി ആരതി വർമ്മയുടെ ഇതുവരെയുള്ള വാദങ്ങളെല്ലാം പൊളിഞ്ഞു വീഴാൻ. ഇത്രയും ദിവസത്തെ ജയിൽ ജീവിതത്തിനിടയിൽ ഒരുപാട് ഞാൻ അനുഭവിച്ചു. ഓരോ വേദനകൾക്കും പകരം എന്ത് ചെയ്യണമെന്ന് ഞാൻ കൃത്യമായി മനസ്സിൽ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇന്നിവിടുന്ന് പുറത്തിറങ്ങിയിട്ട് വേണം അതെല്ലാം ഓരോന്നോരോന്നായി പൂർത്തിയാക്കാൻ. ആരതി വർമ്മയും സംഘവും ഇതുവരെ കോടതിയിൽ എത്തിയിട്ടില്ല. അല്ലെങ്കിലും അതങ്ങനെയാണല്ലോ. മീഡിയ അട്രാക്ഷൻ മുഴുവൻ പിടിച്ചെടുത്തുകൊണ്ടാണല്ലോ ആരതി വർമ്മയുടെ വരവ്. പക്ഷേ ഇന്ന് കോടതിക്ക് പുറത്തും കോടതിക്കകത്തും ചോദിക്കുന്ന കാര്യങ്ങളിൽ ആരതി വർമ്മയ്ക്കൊരു വ്യക്തത ഉണ്ടാവില്ല. ചന്ദ്രശേഖരൻ കണ്ടോളൂ, പുലിക്കുട്ടിയെ പോലെ ഈ കോടതിക്കകത്ത് വാദിച്ചിരുന്ന അവൾ ഒരു പൂച്ചക്കുട്ടിയെ പോലെ കോടതി മുറിയുടെ മൂലയിൽ ചുരുണ്ടുകൂടുന്നത് കാണാം. അതൊക്കെ ഇനി വക്കീലിന്റെ മെടുക്ക്. പക്ഷേ ആരതി വർമ്മയ്ക്കുള്ള എന്റെ സമ്മാനം അതുകൊണ്ട് തീരില്ല. കോടതിക്ക് പുറത്തു വെച്ച് അവിടെ ഞാനൊന്ന് കാണുന്നുണ്ട്. എന്റെ ജയിൽവാസത്തിനുള്ള സമ്മാനം കൊടുക്കാൻ. ആ കാഴ്ച ഒരുപക്ഷെ കൊള്ളാവുന്നൊരു വാർത്തയായിട്ട് നിങ്ങൾ പുറം ലോകം അറിയും. അതൊക്കെ ചന്ദ്രശേഖരൻ എന്താന്ന് വെച്ചാ ചെയ്തോളൂ. അഹങ്കാരത്തിന്റെ അവസാന പടിയിൽ നിൽക്കുന്നവൾക്ക് തലയ്ക്കൊരു കൊട്ടുകൊടുക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ മകനുണ്ടല്ലോ ഗൗതം, അച്ഛനോട് സ്നേഹവും ആത്മാർത്ഥതയും ഉള്ള ഒരാൾ. അയാളുടെ നിരന്തരമായ അന്വേഷണമാണ് പ്രിയങ്കയുടെ കണ്ടെത്തലിലേക്ക് എത്തിച്ചത്. പിന്നെ ആ സിഐയും. അറിയാൻ വക്കീലെ, കൂടെ നിന്ന് സഹായിച്ചവരെ ആരെയും ചന്ദ്രശേഖരൻ മറക്കില്ല, ഒരിക്കലും മറക്കില്ല. എന്നാ പിന്നെ നോക്കാത്തേക്ക് പോ. കോടതി ആരംഭിക്കാൻ സമയമായി. വരും. യുവർ ഓണർ, വളരെ സവിശേഷമായ ഒരു സാഹചര്യത്തിൽ പ്രിയങ്ക കൊലക്കേസിന്റെ വിചാരണ വീണ്ടും ഒരിക്കൽ കൂടി കോടതിയിൽ വന്നിരിക്കുകയാണ്.
പ്രിയങ്ക കൊലക്കേസിന്റെ അന്വേഷണങ്ങളും അതിനെ തുടർന്നുണ്ടായ കണ്ടുപിടുത്തങ്ങളും തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്താൻ അനർഹർക്ക് വിധിച്ചിരിക്കുന്ന ശിക്ഷ റദ്ദാക്കുക എന്നുള്ളതുമാണ് ഇതിന്റെ ഉദ്ദേശം. ഒബ്ജക്ഷൻ യുവർ ഓണർ. യെസ്, പ്രൊസീഡ്. പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞ സവിശേഷമായ സാഹചര്യം എന്താണെന്ന് വ്യക്തമല്ല. പ്രിയങ്ക കൊലക്കേസിൽ കുറ്റക്കാരായ ചന്ദ്രശേഖരനെയും അയാളുടെ ഗുണ്ടകളെയും അന്വേഷണത്തിൽ വിട്ടുവീഴ്ച വരുത്തിയ സിയെയും കോടതി ശിക്ഷിച്ചതാണ്. അത് കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലുമാണ്. ആ വിധിയാണ് ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ ചോദ്യം ചെയ്യുന്നതെങ്കിൽ അത് കോടതിയെ ധിക്കരിക്കലാണ്, കോടതി അലക്ഷ്യമാണ്. ഒരു കാരണവശാലും കോടതി അലക്ഷ്യമല്ല യുവർ ഓണർ. പ്രിയങ്ക വധക്കേസിൽ ചന്ദ്രശേഖരനോ സിഐയോ പ്രതികളല്ല എന്നുള്ളത് ആവർത്തിച്ചാവർത്തിച്ച് ഞാൻ ഈ കോടതിയിൽ പറഞ്ഞ കാര്യമാണ്. അതിപ്പോഴും ഞാൻ ആവർത്തിക്കുന്നു. ചന്ദ്രശേഖരനോ ചന്ദ്രശേഖരന്റെ ആളുകളോ പ്രിയങ്കയെ കൊന്നിട്ടില്ല. ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്ന കേട്ടാ പ്രിയങ്ക എന്ന പെൺകുട്ടി മരിച്ചിട്ടില്ലാന്ന് തോന്നുമല്ലോ. അതോ എന്തെങ്കിലും അത്ഭുതത്തിലൂടെ മരിച്ചുപോയ പ്രിയങ്കയെ കോടതിയിൽ എത്തിക്കാൻ APPക്ക് സാധിക്കുമോ? സാധിക്കും മിസ് ആരതി വർമ്മ. ചന്ദ്രശേഖരന്റെ ആളുകളാൽ കൊല്ലപ്പെട്ടു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന, ചന്ദ്രശേഖരന്റെ ആസൂത്രണം കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കുന്ന അതേ പ്രിയങ്കയെ ഈ കോടതിയിൽ ഹാജരാക്കാൻ എനിക്ക് സാധിക്കും. യുവർ ഓണർ, അങ്ങയുടെ സമക്ഷത്തിലേക്ക് ഞാൻ പ്രിയങ്കയെ പ്രസന്റ് ചെയ്യാം. യുവർ ഓണർ, ഈ നിൽക്കുന്ന പെൺകുട്ടിയാണ് ആറ്റുവാശ്ശേരി ദേവനാരായണന്റെ മകൾ പ്രിയങ്ക.